മൊത്തമായിട്ട് പൂക്കൾ വാങ്ങണ്ടേ, അപ്പോൾ അത് മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നടക്കാനല്ല, ഇവിടെ വർക്കൗട്ടിന് പോവുക ചെയ്യാൻ. പോയി വരുമ്പോൾ നമ്മുടെ വടക്കനാഥൻ്റെ അവിടെ പോയിട്ട് വാങ്ങാം ഗ്രൗണ്ടിൽ. കുറച്ച് കാലമായല്ലോ അങ്ങോട്ട് കയറിയിട്ട്, അപ്പം അങ്ങോട്ട് ഒന്ന് കയറാൻ. കണ്ടല്ലോ, ഇവിടെ ഗണപതിനെ വെച്ചിട്ടുണ്ട് നാളത്തേക്കുള്ളത്. സംഗതി അത്തപ്പൂക്കൾ ഇടുന്നതിൻ്റെ ഇതാണ് നമ്മൾക്ക് അവിടെ കാണുന്നത്. ഒരു കൂട്ടായ്മയാണല്ലോ ഇത്. അത്തപ്പൂക്കളത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അവിടെ അതിൻ്റെ തിരക്കാണ്. അപ്പോൾ അതിൽ സ്റ്റാൻഡ് വിത്ത് വയനാട് അങ്ങനെയൊക്കെ എഴുതി അതിൻ്റെ ഉള്ളിൽ എഴുതിയൊക്കെ വെച്ചിരിക്കണത് ഞാൻ കണ്ടു. അപ്പോൾ ഈ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ പോകുമ്പോൾ ഒരു മടി. പുതിയ ബജ്ജിക്കടയൊക്കെ വന്നിട്ടുണ്ടല്ലോ, ആഹാ അടിപൊളി. ഇത് മുമ്പുണ്ടായിരുന്നില്ല കേട്ടോ, നിങ്ങൾക്കറിയാമല്ലോ, ഞാനിടയ്ക്ക് വീടുള്ളൂ. ചില്ലി ഗോപി, ഓഹോ. എന്താണെങ്കിലും ഇപ്പം ഈ ഓണക്കാലത്ത് വരുന്ന കുറേ കടകളാണ് ഇതൊക്കെ. ഈ ഓണം വരുമ്പോൾ കുറേ കടമെടുത്തതൊക്കെ വീട്ടിൽ തീർക്കുക എന്ന് പറയില്ലേ, ആഘോഷങ്ങൾ ഉത്സവങ്ങൾക്കൊക്കെ. അതായത് ഒരു സീസണലായിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വരുമ്പോഴാണ് അവർ വരിക. ഇല്ലെങ്കിൽ അവർക്കൊക്കെ കുറേ പേർക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കടങ്ങളും കടബാധ്യതകളും ഒക്കെ ഓരോ പ്രതീക്ഷകളാണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ ഇത് അങ്ങനെ പൂക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ പൂക്കളുടെയാണ് നിങ്ങളിപ്പോൾ കാണുക. അത്യാവശ്യം എന്താ പറയുക, നമ്മൾ സാധാരണ കാണുന്ന പൂക്കളൊക്കെ തന്നെ കേട്ടോ. ഞാൻ നടന്നു പോകുന്നതിനനുസരിച്ചിട്ട് അത് ഇതാവുന്നുണ്ട്. വടക്കനാഥനെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു വലിയൊരു ഭംഗിയും നമ്മുടെ ഒരു അഭിമാനവുമാണ്. ആരുടെയെന്ന് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ അഭിമാനമാണ്. കൂടെ ചേരാൻ പറ്റുന്നവർ ചേർന്നാലും മതി, കുഴപ്പമില്ല. നല്ല രസമല്ലേ പൂക്കളും കാര്യങ്ങളും. എല്ലാ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഒന്ന് മറന്നു പോകുന്നതാണ് ഒരു സമയമാണ് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ ഇത് മാവേലിയുടെ ഉണ്ടാക്കി വയ്ക്കുമല്ലോ, അതാണ് കേട്ടോ. ദേ നിഴൽ സൂര്യ ഇവിടുന്ന് അതേ കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ആർക്കും കൊന്നേനെ വേണ്ട. അപ്പോൾ ഈ പൂക്കളൊക്കെ ആണല്ലോ. അപ്പം നമ്മളിങ്ങനെ പോയി നോക്കി അറ്റത്ത് യാസ് ഇവരിൽ നിന്ന് വാങ്ങാമെന്നൊരു തീരുമാനമെടുത്തു. ചേട്ടാ 100 രൂപയ്ക്ക് തരൂ എന്ന് ചോദിച്ചു. 100 രൂപയ്ക്ക് കവറിലെല്ലാം കൂടി മിക്സ് ചെയ്ത് തരുമോ ചോദിച്ചു. പിന്നെ ഇവർക്ക് എടുത്തിടുമ്പോൾ ഒരു കൈയൊക്കെ കുഞ്ഞു കൈകളാവും. പിന്നെ 2 ചെണ്ടമല്ലി ഇട്ടാൽ തന്നെ അത് നിറഞ്ഞ മാതിരിയും. വീട്ടിൽ വന്ന് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഒന്നുമേ ഇല്ല. ഇങ്ങനെ നോക്കുമ്പോൾ എറണാകുളത്ത് ഭേദാട്ടോ. അവിടെ കിലോന് 10ഉം 20ഉം ഒക്കെ ആയിരുന്നു. കഴിഞ്ഞ ദിവസം അവിടുത്തെ കൂടുന്നതിന് നോക്കുമ്പോൾ അങ്ങനെ തോന്നി. തൃശ്ശൂർ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ഇതാണ് വാങ്ങിച്ച പൂവ്. അതും കൊണ്ട് നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ബജ്ജിക്കട, അവിടെ ഒരു ആരും കുടിക്കാനൊക്കെ ഇരിക്കേണ്ട. ഇനി അവരുടെ പ്രൈവസി പോകണ്ട. അവിടെ TV ന്യൂസ് പേപ്പർ അതിൻ്റെയൊക്കെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്ത് പോകണ്ട. അതിൻ്റെ വണ്ടികളും കാര്യങ്ങളാണ്. നമുക്കറിയണ ഒരു അഡ്വക്കേറ്റ് അവിടെ ഉണ്ടായിരുന്നു സംസാരിക്കാൻ, അഡ്വക്കേറ്റ് ജൂബി. അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക, പൂവിടുന്നതിൻ്റെ അടുത്തേക്ക് ഈ പറഞ്ഞ മാതിരി ഞാനീ നടക്കാൻ പോയിട്ട് വന്ന് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമല്ലേ. അപ്പോൾ അതുകൊണ്ടൊരു മടിയായിരുന്നു അവിടെ പോയിട്ട് എടുക്കാൻ. അപ്പോൾ ഞാൻ വെറുതെ അവിടെ നോക്കിയപ്പോൾ കുറേ സുന്ദരികളും സുന്ദരന്മാരും കസവും മുണ്ടും അതൊക്കെ എടുത്തിട്ട് വരുന്നു. ചിലർ അവിടെ പൂവിടാൻ കൂടുന്നു. അങ്ങനെയൊക്കെ അവിടെ നിന്ന് മതിയെന്ന് വെച്ചു. ഇത്രയൊക്കെ കണ്ടാൽ മതി. ഇട്ട് കഴിഞ്ഞിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടംപോലെ ഫോട്ടോ കാണും. അതിന് മുമ്പത്തെ വർക്കുകളല്ലേ കാണണ്ടേ. ഇത് ഗണേഷ്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് പൂവിടണം. പൂവൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്മിയിൽ വന്ന് അടിപൊളി ഫുഡൊക്കെ വാങ്ങിച്ചു.